ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ക്രോഷറ്റിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തില്ല. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കെല്ലാം കാലിൽ സോക്സൊക്കെ ഇടുന്നതൊക്കെ നമ്മൾ പതിവാണല്ലോ. ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ സോക്സൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ക്രോഷറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു സോക്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സോക്സ് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിനുള്ള ഒരു സോക്സാണ്. അതായത് 0 to 3 months ആയിട്ടുള്ള ബേബീസിന്. അതുപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ചുകൾ കൂട്ടി എൻ്റെ കുഞ്ഞിനും 9 മാസമായിട്ടുണ്ട്. അപ്പോൾ 9 മാസമായിട്ടുള്ള എൻ്റെ കുഞ്ഞിനും ഞാനൊരു സോക്സ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവന് ഇട്ട് നോക്കി. വളരെ യൂസ്ഫുള്ളാണ്. തണുപ്പത്തെല്ലാം നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ ഇതുവഴി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു യാണും ഹുക്കും എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ഹുക്കെന്ന് പറയുന്നത് 4.5 mm ആയിട്ടുള്ള ഒരു ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ യാണിനനുസരിച്ച് നമ്മൾ ഹുക്ക് യൂസ് ചെയ്തേച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഏതിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു നോട്ടെന്ന് പറയുന്നതാണ് സ്ലിപ്പ് നോട്ട്. അതിന് ശേഷം നമുക്ക് ഒരു 9 ചെയിന് നമുക്ക് ഇടാം. 9 ചെയിൻസ്. 4, 5, 6, 7, 8, 9. അപ്പോൾ നമ്മളൊരു 9 ചെയിൻ സ്റ്റിച്ചുകളാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടു, പിന്നെ 9 ചെയിൻ സ്റ്റിച്ച്. എന്നിട്ട് നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചല്ല, രണ്ടാമത്തെ സ്റ്റിച്ചിൽ അതിൽ നിന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് ഇതാ സ്റ്റിച്ചിലൂടെ ഇങ്ങനെ ഹുക്ക് എടുത്തതിന് ശേഷം യാൺ ഇങ്ങനെ വലിച്ചിട്ട് ഈ 3 ലൂപ്പ് നമുക്കിവിടെ കാണാം. ആ 3 ലൂപ്പിലൂടെയും ഇങ്ങനെ ഇറക്കുന്നതെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റിച്ചുകളിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിച്ചുകൾ ഇനി ഒന്നും വിടണ്ട, അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേജിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഈ ലാസ്റ്റ് കാണുന്ന ഈ സ്റ്റിച്ചിൽ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 6 ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം. അപ്പോൾ സെക്കൻഡാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ഞാൻ ചെയ്തു. ഇനി തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അപ്പോൾ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷേ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതാ ഇങ്ങനെ റൗണ്ട് ഒരു ഷേപ്പായി. എന്നിട്ട് ഇതാ താഴെ കാണുന്ന ആ വള്ളിയിൽ അല്ലെങ്കിൽ ആ യാണ്ടിൽ ഇങ്ങനെ പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെയുള്ള ആ ഒരു ഹോള് അടഞ്ഞോളും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബാക്കിയുള്ള സ്റ്റിച്ചുകളിൽ നമുക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റിച്ചുകളിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ ആ സ്റ്റിച്ചിൽ നമുക്ക് ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. എന്നിട്ട് ഫസ്റ്റത്തെ ആ സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ റൗണ്ട് 1 ഇവിടെ സെറ്റായിട്ടുണ്ട്.
അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അതിന് ഒന്നെങ്കിൽ റോ എന്നോ അല്ലെങ്കിൽ റൗണ്ട് എന്നോ ആണ് നമ്മൾ പറയാറ്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ അതേ സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തു. അപ്പോൾ അവിടെ 2 ഡബിൾ ക്രോഷ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടതും ഈ ഡബിൾ ക്രോഷയും കൂടെ കൂട്ടി ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ ചെയ്തതായിട്ട് കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ നമ്മൾ ഇടണം. അപ്പോൾ ഒന്നിട്ടു, അതേ സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ കൂടെ ചെയ്യാം. ഡബിൾ ക്രോഷ ചെയ്യാനൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റിച്ചുകളുടെ മെയിൻ സ്റ്റിച്ചുകളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അപ്പോൾ 3ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ ചെയ്യുക. അപ്പോൾ 3 സ്റ്റിച്ചുകളിൽ 2 ഡബിൾ ക്രോഷ വീതം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കാണുന്ന 5 സ്റ്റിച്ചുകളിൽ ഒരു ഡബിൾ ക്രോഷ വീതം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചുകളിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ വീതം ചെയ്തു. ഇനി ബാക്കി 5 സ്റ്റിച്ചുകൾ നമ്മൾ കറക്റ്റ് കൗണ്ട് ചെയ്ത് വേണം സ്റ്റിച്ചുകൾ ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് തെറ്റിപ്പോവും. അപ്പോൾ 2ാമത്തെ സ്റ്റിച്ചിൽ നമ്മളിതാ ഒരു ഡബിൾ ക്രോഷ ഇട്ടു. 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ ഇട്ടു. 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മളിപ്പോൾ ഒരു ഡബിൾ ക്രോഷ ഇട്ടു. ഇനി 5ാമത്തെ സ്റ്റിച്ചിലും നമ്മളൊരു ഡബിൾ ക്രോഷ ഇട്ടു. അങ്ങനെ നമ്മൾ ഇപ്പോൾ 5 സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ വീതം ഇട്ടു. ഇനി അടുത്ത 6 സ്റ്റിച്ചുകൾ 1 2 3 എന്ന് ഒന്നുകൂടെ എണ്ണിയിട്ട് അടുത്ത 6 സ്റ്റിച്ചുകളിൽ ഡബിൾ ക്രോഷ 2 തവണ ഇടണം. ഓരോ സ്റ്റിച്ചുകളിലും 2 ഡബിൾ ക്രോഷ വീതം ഇടണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇതാ 1ാമത്തെ ഡബിൾ ക്രോഷ ഇട്ടു. സെയിം സ്പേസിൽ തന്നെ 2ാമത്തെ ഡബിൾ ക്രോഷയും നമ്മൾ ഇട്ടു. ഇനി 2ാമത്തെ സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ ഇട്ടു. അതേ സ്പേസിൽ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ ഇട്ടു. അങ്ങനെ ഇപ്പം നമ്മൾ 2 സ്റ്റിച്ചുകളിൽ 2 ഡബിൾ ക്രോഷ ചെയ്തിട്ടു. അതുപോലെ ഇനി ബാക്കി 4 സ്റ്റിച്ചുകളിലൂടെ, അതായത് ടോട്ടൽ 6 സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ വീതം ഇടുക. നമുക്ക് ആ റൗണ്ട് ഷേപ്പിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഈ ഡബിൾ ക്രോഷ ഇടുന്നത്. ഡബിൾ ക്രോഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയും. നമ്മുടെ അളവിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യിക്കുകയും ചെയ്യും. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷയൊക്കെ നമ്മൾ ഇടാറ്. നമ്മളിപ്പോൾ അങ്ങനെ 6 സ്റ്റിച്ചുകളിലായിട്ട് 2 ഡബിൾ ക്രോഷ വീതം ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് കൗണ്ട് ചെയ്യണം 6 എണ്ണം ഉണ്ടോയെന്ന്. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നെക്സ്റ്റ് 5 സ്റ്റിച്ചുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ വീതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 5 സ്റ്റിച്ചുകളിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്തു. ഇനി ബാക്കി 3 സ്റ്റിച്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ 6 സ്റ്റിച്ചുകളിൽ 2 ഡബിൾ ക്രോഷ അല്ലേ നമ്മൾ മുമ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് 3 ഡബിൾ ക്രോഷ ഓൾറെഡി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 3 സ്റ്റിച്ചുകളിലായിട്ട് 2 ഡബിൾ ക്രോഷ വീതം ചെയ്യാം. അപ്പോൾ ഇനി കാണുന്ന ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ ഞാൻ ചെയ്തു.
അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തു. ലാസ്റ്റ് വന്ന സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ ഞാൻ ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ റൗണ്ട് 2 എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ട്. അപ്പോൾ ഇനി അടുത്തത് സ്ലിപ്പ് നോട്ട് ഇട്ട് നമ്മുടെ റൗണ്ട് 2 കംപ്ലീറ്റ് ആക്കുകയാണ്. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടി ഇതാ ഈ സ്റ്റിച്ചിലൂടെ ഈ ലൂപ്പിലൂടെ ഇതാ ഇങ്ങനെ ഹുക്ക് ഇറക്കി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. അപ്പോൾ ഇതാ നമ്മുടെ റൗണ്ട് 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് 3ക്ക് വേണ്ടി ഒരു ചെയിൻ നമ്മൾ ഇടുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നമ്മളങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ ഒന്ന് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചുകളിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റിച്ച് എന്ന് പറയുന്നത്, നമുക്ക് 2 ലൂപ്പുകൾ ഇവിടെ കാണാം. അത് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. അതിൽ ബാക്ക് ലൂപ്പിലാണ് ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പിലൂടെ ഇങ്ങനെ ഹുക്ക് കയറ്റി നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇതിന് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പോൾ 2 ലൂപ്പിലൂടെയും കയറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇറക്കിയിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. അതുപോലെ തന്നെ ഈ കാണുന്ന സ്റ്റിച്ചുകളിലെല്ലാം ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോക്സിന് മേലോട്ടുള്ള ആ ഒരു ഇത് കംപ്ലീറ്റ്നെസ് വരാൻ വേണ്ടി, നമ്മൾ ഒന്ന് മടക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റിച്ചുകൾ ചെയ്യുന്നത്. സ്റ്റിച്ച് വലിയ പാടൊന്നുമില്ലാത്ത സ്റ്റിച്ചാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2 ലൂപ്പ് ഉപയോഗിക്കാതെ ബാക്ക് ലൂപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ഫുള്ള് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കി സ്ലിപ്പ് നോട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ റൗണ്ട് 3 ഇവിടെ കംപ്ലീറ്റ് ആയി സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് റൗണ്ട് 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഒരു മടക്ക് പോലെ വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് 2 റൗണ്ട് കൂടെ ഉള്ള ഏകദേശം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി റൗണ്ട് 4ന് വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ കാണുന്ന പോലെ തന്നെ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ നമ്മൾ അടുത്ത കാണുന്ന 9 സ്റ്റിച്ചുകളിലായിട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് മാത്രമല്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ലൂപ്പും ഉപയോഗിച്ച് തന്നെ നമ്മൾ 9 സ്റ്റിച്ചുകളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. 3 നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് സ്റ്റിച്ചുകൾ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് തെറ്റിപ്പോവും. 4 7 8 9. അപ്പോൾ നമ്മൾ 9 സ്റ്റിച്ചുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 സ്റ്റിച്ചുകൾ നമ്മളിവിടെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഡബിൾ ക്രോഷേ 3 ടുഗെദർ. അതായത് 3 പ്രാവശ്യം ഡബിൾ ക്രോഷേ ഒറ്റ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഡബിൾ ക്രോഷേ പോലെ തന്നെ ഇങ്ങനെ നമ്മൾ വലിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഒന്നുകൂടി നമ്മൾ ഹുക്ക് കയറ്റി യാൺ വലിക്കുക. അപ്പോൾ ഇവിടെ 4 ലൂപ്പ് വന്നു. അതിൽ ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിലൂടെ വലിക്കുക. അപ്പോൾ അവിടെ 3 ലൂപ്പ് വന്നു. ആ 3 ലൂപ്പിലൂടെ ഹുക്ക് വലിക്കുക. ഇതിനെയാണ് ഡബിൾ ക്രോഷേ 3 ടുഗെദർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ ഇങ്ങനെ വലിച്ചു.
എന്നിട്ട് ഇതാ ഇങ്ങനെ യാൺ കയറ്റി എന്നിട്ട് ഒന്നുകൂടെ കറക്കി രണ്ടാമത്തെ സ്റ്റിച്ചിലൂടെ കയറ്റി 4 ലൂപ്പ് വന്നതിൽ 2 ലൂപ്പിലൂടെ ഹുക്ക് ഇറക്കി 3 ലൂപ്പിലൂടെ ഹുക്ക് ഇതാ ഇങ്ങനെ ഇറക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ഡബിൾ ക്രോഷേ 3 ടുഗദർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഇതുപോലെ നമുക്കൊരു 8 സെറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സെറ്റൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ചിങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്രയും സ്ലോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 സ്റ്റിച്ചുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു 4 സ്റ്റിച്ച് കൂടെ ഇവിടെ സ്റ്റിച്ചല്ല സെറ്റ് കൂടി നമുക്ക് റെഡി ചെയ്യണം. ഒരു സെറ്റ് പോലെ ഇരിക്കുന്നതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ സെറ്റെന്ന് പറയുന്നത്. സ്റ്റിച്ച് ആയെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്തില്ലെങ്കിൽ മൊത്തം കണക്ക് തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിവിടെ 8 സെറ്റ് ഓഫ് ഡബിൾ ക്രോഷേ 3 ടുഗദർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ബാക്കി ബാലൻസ് വന്നിരിക്കുന്ന 9 ചെയിനുകളിലായിട്ട് 9 സ്റ്റിച്ചുകളിലായിട്ട് നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. 1 2 3 4 5 6 അപ്പോൾ നമുക്ക് ബാലൻസ് വന്ന 9 സ്റ്റിച്ചുകളിലും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ഈ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. കൗണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലത്തെ ആ ഷേപ്പിലേക്ക് വരത്തില്ല. നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് ഇത് ക്ലോസ് ചെയ്യാമേ. അപ്പം നമ്മുടെ റൗണ്ട് 4 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റൗണ്ട് 5. ഇനി നമുക്ക് റൗണ്ട് 5 കൂടെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അത് കഴിയുമ്പോൾ നമ്മുടെ സോക്സ് ഇവിടെ റെഡി ആകും. അപ്പോൾ നമുക്ക് റൗണ്ട് 5ലേക്ക് കടക്കാം. ഇപ്പോൾ തന്നെ കണ്ടോ ഏകദേശം ഒരു സോക്സിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റൗണ്ട് 5 ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അതേ സ്പേസിൽ തന്നെ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ഇടാം. ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ടിട്ട് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഒരു 9 സ്റ്റിച്ചസിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ഇടാം. 9 സ്റ്റിച്ചുകളിലായിട്ട് അടുത്തടുത്ത് ഹാഫ് ഡബിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചുകളും ഓരോന്ന് വെച്ച് നമുക്ക് 9 സ്റ്റിച്ചുകളിൽ ഇടണം. നമുക്ക് ആ 9 ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ടതിന് ശേഷം നമുക്ക് കാണാമേ. നമ്മളിപ്പോൾ 9 ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ടു. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ടു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ സെറ്റ് ഓഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ 3 ടുഗദർ ആണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മുമ്പേ ചെയ്തത് 8 സെറ്റായിരുന്നു. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് 4 സെറ്റ്. അതായത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ 8ൻ്റെ പകുതി 4 സെറ്റ് നമ്മളിപ്പോൾ ഇടുന്നത്. ഫസ്റ്റ് സെറ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ
ഇങ്ങനെ ഡബിൾ ക്രോഷറ്റ് ഇട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലൂടെ ഇട്ട് ഇങ്ങനെ ഹുക്ക് യാണിലൂടെ ഇങ്ങനെ വെക്കുമ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 ഡബിൾ ക്രോഷറ്റ് 3 ടുഗദർ ഇടണം. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷറ്റ് 3 ടുഗദർ 4 സെറ്റ് ഇട്ടതിന് ശേഷം ബാലൻസ് വന്നിരിക്കുന്ന 9 സ്റ്റിച്ചുകളിൽ പഴയ പോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഓരോന്നായിട്ട് ഇടാം. സെക്കൻഡ് സ്റ്റിച്ച്, തേർഡ് സ്റ്റിച്ച്, അങ്ങനെ 9 സ്റ്റിച്ചുകളിലായിട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇടാമേ. അങ്ങനെ നമ്മൾ 9ാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റും ഇട്ടു. ഇനി അടുത്തത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ഈ റൗണ്ടും ക്ലോസ് ചെയ്യുക. അപ്പം മൊത്തം 5 റൗണ്ടുകൾ നമ്മളിവിടെ ചെയ്തു. അങ്ങനെ നമ്മൾ 5 റൗണ്ടും കഴിഞ്ഞ് നമ്മുടെ സോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മിനുക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ബാലൻസ് വന്നിരിക്കുന്ന ഈ 2 യാണുകൾ ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്ന് മിങ്കിൾ ചെയ്ത് കയറ്റി വിട്ടേച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് നമ്മുടെ സോക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ യാണൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വലിച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആ സ്റ്റിച്ചുകൾ ക്ലോസായി. ഇനിയിപ്പോൾ ആ സ്റ്റിച്ച് ഒരിക്കലും നമുക്ക് അത് വിട്ടു പോകത്തില്ല, അവിടെ നല്ല ടൈറ്റായി ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് വന്ന ഈ സ്റ്റിച്ചുകൾ, ഈ യാണുകൾ നമുക്കൊന്ന് ഇതിനകത്തോടൊന്ന് മിങ്കിളാക്കി കൊടുക്കാം. അതിനുവേണ്ടി നമ്മളിതാ ഹുക്ക് ഇടയ്ക്കൂടെ കയറ്റി നമ്മൾ യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതുമായിട്ടൊന്ന് അറ്റാച്ചായി അങ്ങനെ ഇരുന്നോളും. അങ്ങനെ 2 യാണും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞു ബേബീസിന് ഇടാൻ പറ്റിയ സോക്സ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. ഇത് സിമ്പിൾ സ്റ്റിച്ചിങ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാണ്ട് നല്ല മോഡലിലുള്ള സോക്സും ഷൂവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ഞാനത് പാർട്ടായിട്ട് ഇടും. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വലുപ്പത്തിലുള്ളതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 സൈസ് വലുപ്പത്തിലുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ